അഹമ്മദാബാദ് വിമാനാപകടം നടന്നതിന് ശേഷം വിമാനങ്ങളുടെ സുരക്ഷയെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അത്യാവശ്യം യാത്രക്കാർക്ക് നൽകേണ്ട സുരക്ഷ എന്താണ് എന്ന് എയർ ഇന്ത്യക്കും എയർ ഇന്ത്യ എക്സ്പ്രസിനും അറിയുമോ എന്ന രീതിയിൽ വലിയ ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും മറ്റു മാധ്യമങ്ങളിലുമൊക്കെ നടക്കുന്നത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ സുരക്ഷാ കാര്യങ്ങളുമൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും പുതിയ ഒരു റിപ്പോർട്ട് അത് റോയിറ്റേഴ്സാണ് പുറത്തുവിട്ടത്. അതായത് എയർ ഇന്ത്യക്ക് കൃത്യമായിട്ട് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വിമാനത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് എയർ ഇന്ത്യക്ക് DGCA ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നൊരു വാർത്ത റോയിറ്റേഴ്സ് പുറത്തുവിട്ടിട്ടുണ്ട്. 3 വിമാനങ്ങൾക്കാണ് മുന്നറിയിപ്പ് നൽകിയിരുന്നത്. അതായത് ഈ വിമാനങ്ങളുടെ സുരക്ഷാ വീഴ്ച എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയന്തര ഘട്ടങ്ങളിൽ യാത്രക്കാരെ ഒഴിപ്പിക്കാനുള്ള വാതിൽ അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല, അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളും നടത്തിയിട്ടില്ല എന്നതാണ് DGCA നൽകിയ റിപ്പോർട്ട്. അത് പക്ഷേ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതരോ കാര്യമായിട്ട് എടുത്തില്ല. അവർ ഞങ്ങൾ കൃത്യമായിട്ടെല്ലാം സർവീസ് നടത്തുന്നുണ്ട്, എല്ലാ വിമാനങ്ങളും കൃത്യമായി സർവീസ് നടത്തിയതിന് ശേഷമാണ്, അതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകളെല്ലാം നടത്തിയതിന് ശേഷം മാത്രമാണ് ഞങ്ങളതിൻ്റെ സർവീസ്, അതായത് ആഭ്യന്തര സർവീസും അന്താരാഷ്ട്ര സർവീസുകളുമൊക്കെ നടത്തുന്നത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്നും റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനകത്ത് പ്രധാനപ്പെട്ടൊരു കാര്യം, എയർബസ് A320 എന്ന് പറയുന്ന 3 വിമാനങ്ങളാണല്ലോ അവർ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതിനകത്ത് ഒരു വിമാനമാണ് എയർബസ് A320. അതിന് 1 മാസം വൈകിയാണ് ആ വിമാനത്തിൻ്റെ സർവീസുകൾ മെയിൻ്റനൻസുകളെല്ലാം ചെയ്തത് എന്നൊരു റിപ്പോർട്ടുണ്ട്. ഇതിനിടയിൽ ഇതേ വിമാനം ദുബായിലേക്കും ജിദ്ദയിലേക്കും അതോടൊപ്പം സൗദിയിലേക്കും ഈ വിമാനങ്ങൾ പറന്നു എന്ന ഒരു വിവരം കൂടി ആ റിപ്പോർട്ടിൽ വെക്കുന്നുണ്ട്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെല്ലാം വിമാനത്തിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നത് അത് സുരക്ഷിതമാണ്, വളരെ പെട്ടെന്ന് നമുക്ക് എത്തിച്ചേരേണ്ട സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് വിമാനയാത്ര എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നമ്മൾ വളരെ ആശങ്കാകുലരാകുന്ന ഒരു സിറ്റുവേഷനാണ്. അതിൻ്റെ പ്രധാന കാരണം, നമ്മൾ സുരക്ഷിതമെന്ന് കരുതുന്ന വിമാനങ്ങളൊന്നും അതിൻ്റെ ഉടമസ്ഥർ അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ, ഇപ്പോൾ എയർ ഇന്ത്യ ടാറ്റയാണ് കൈകാര്യം ചെയ്യുന്നത്. നേരത്തെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലായിരുന്നു. ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് തുടങ്ങിയ വിമാനങ്ങളൊന്നും കൃത്യമായിട്ട് സർവീസ് ചെയ്യാതെ വരുമ്പോൾ അതിൽ യാത്ര ചെയ്യാൻ തയ്യാറെടുക്കുന്നവർക്കും അതിൽ യാത്ര ചെയ്യുന്നവർക്കും എന്ത് സുരക്ഷയാണ് ഇവർ നൽകുന്നത് എന്നൊരു ചോദ്യചിഹ്നം മുന്നിൽ വരുന്നു. അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ മുന്നിലുള്ള ഇപ്പോൾ ഏറ്റവും അടുത്തായി നടന്നിട്ടുള്ള അപകടം തന്നെയാണ്, അഹമ്മദാബാദ് വിമാന അപകടം എന്ന് പറയാം. രണ്ടാമത്തെ ഒരു കാര്യം, ആഭ്യന്തര സർവീസ് നടത്തുന്ന എയർബസ് A319, അതായത് ഇന്ത്യക്കകത്ത് സർവീസ് നടത്തുന്ന എയർബസ്സാണ് A319. അതിൻ്റെ സർവീസ് 3 മാസം വൈകി എന്നാണ് പറയുന്നത്. അത് ഗുരുതരമായ ഒരു കൃത്യവിലോപമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. ഒരു വിമാനത്തിനൊക്കെ കൃത്യമായിട്ട് സർവീസ് നടത്തി, ഇപ്പോൾ അപകടത്തിൽപ്പെട്ട അഹമ്മദാബാദ് ലണ്ടൻ വിമാനം, ആ വിമാനത്തിൻ്റെ മെയിൻ്റനൻസിനെ കുറിച്ച് ചർച്ച വരുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾ അതിൻ്റെ എൻജിൻ കഴിഞ്ഞ വർഷം 2024 സർവീസ് ചെയ്താണ് ഒരു എൻജിൻ, രണ്ടാമത്തെ എൻജിൻ്റെ സർവീസ് ഈ വർഷം അതായത് 2025 ഡിസംബറിലാണ് വരേണ്ടത് എന്നാണ്. അതായത് ഞങ്ങളത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അതിനുവേണ്ട മെയിൻ്റനൻസ് എല്ലാം നടത്തുന്നുണ്ട് എന്നാണ് അധികൃതർ പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്ന ഘട്ടത്തിൽ ഇങ്ങനെ DGCA മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും ഈ പറയുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ, കൃത്യമായി പറഞ്ഞാൽ ടാറ്റ, അവരാണല്ലോ ഇപ്പോൾ അത് കൈകാര്യം ചെയ്യുന്നതും അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളും അതിൻ്റെ അതിൻ്റെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണല്ലോ. അപ്പോൾ അവർ അത് കാര്യമായിട്ട് ചെയ്തില്ല. അത്തരത്തിൽ ഒരു മെയിൻ്റനൻസ് ഈ അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോകുന്ന വിമാനത്തിന് ചെയ്തില്ല എന്നുള്ള തോതിലൊക്കെ ചർച്ചകളാണ് ഇപ്പോൾ വരുന്നത്. വലിയ ചർച്ചകൾക്ക് റോയിറ്റേഴ്സിൻ്റെ ഈ വാർത്ത കാരണമാകും എന്ന് തന്നെ നമുക്ക് പറയാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ പറയുന്ന 3ാമത്തെ ഒരു വിമാനമുണ്ട്. 3 വിമാനങ്ങൾക്കാണ് DGCA മുന്നറിയിപ്പ് കൊടുത്തത്. അതിൽ 3ാമത്തെ വിമാനം 2 ദിവസം കഴിഞ്ഞാണ് സർവീസ് നടത്തിയത്. ഈ നമ്മൾ ഒരു വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ ആ വാഹനം സർവീസ് ഡേറ്റുകളുണ്ടാവും. ആ സർവീസിന് അടുപ്പിച്ച് അവിടെ നിന്ന് എവിടെ നിന്നാണോ നമ്മൾ വാഹനം വാങ്ങിച്ചത് അത് സർവീസ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അവർ നമ്മളെ വിളിച്ച് പറയും, സാർ ഇത്രാം തീയതി വാഹനത്തിൻ്റെ ഡേറ്റാണ്, ഇത്രാം തീയതി അത് സർവീസ് ചെയ്യണം, അത് കഴിഞ്ഞാൽ വാറണ്ടി ഉണ്ടാവില്ല എന്നുള്ള രീതിയിലൊക്കെ അവർ സംസാരിക്കാറുണ്ട് നമ്മുടെ അടുത്ത്. അത് നമ്മുടെ ചെറിയ വാഹനങ്ങൾ, നിരത്തിലൂടെ ഓടുന്ന വാഹനങ്ങൾ എന്ന് കരുതുക, ബൈക്കോ എന്തോ അതുപോലുള്ള ചെറിയ വാഹനങ്ങളെന്ന് കരുതുക. പക്ഷേ ഈ വിമാനം പോലുള്ള വാഹനം, വിമാനത്തെ പോലുള്ള ഒരു യാത്രാ സൗകര്യം ഉപയോഗിക്കുന്ന ആളുകൾക്ക് അവരുടെ സുരക്ഷയ്ക്ക് വലിയ വീഴ്ച നൽകുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ സുരക്ഷയ്ക്ക് യാതൊരു വിധത്തിലുള്ള ഉറപ്പും നൽകാത്തതാണ് ഇത്തരത്തിൽ കൃത്യവിലോപം നടത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതരുടെ പെരുമാറ്റം എന്ന് നമുക്ക് പറയേണ്ടി വരും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ DGCA ഡയറക്ടർ
സിവിൽ ഏവിയേഷൻ അത് കൃത്യമായിട്ട് മുന്നറിയിപ്പ് കൊടുത്തിട്ടും എന്തുകൊണ്ടായിരിക്കും എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ ആ കാര്യം പരിഗണിക്കാതെ പോയത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു അന്വേഷണം നടത്തണം. കാരണം DGCA ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ കൃത്യമായിട്ട് എയർ ഇന്ത്യ അധികൃതർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും അവരെന്തുകൊണ്ടാണ് ഇത് പരിശോധിക്കാതിരുന്നത് എന്നതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തേണ്ടി വരും. കാരണം ഒരു വിമാനം എന്ന് പറയുന്നത് എത്രമാത്രം സുരക്ഷിതമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണ് എന്നതിനെക്കുറിച്ച് ഒരു പക്ഷേ എയർ ഇന്ത്യ അധികൃതർ അത് മനസ്സിലാക്കുന്നത് കൊണ്ടാണോ അതോ അവരുടെ ഉദാസീനതയാണോ അതിൽ പ്രതിഫലിക്കുന്നത് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരും. ഈ കഴിഞ്ഞ ദിവസം നടന്ന അപകടം പോലും അത്തരത്തിൽ അവരുടെ ഉദാസീനതയുടെ ബാക്കിപത്രമായിട്ട് വന്നതാണോ എന്നതുകൂടി നമുക്ക് നോക്കിക്കാണേണ്ടി വരും. കാരണം അഹമ്മദാബാദ് വിമാന അപകടം നടന്ന ഘട്ടത്തിൽ പോലും അതിൻ്റെ സുരക്ഷയെക്കുറിച്ച് വലിയ ചർച്ചകളാണ് വരുന്നത്. പക്ഷേ അതിനും എത്രയോ മുൻപേ തന്നെ DGCA എയർ ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഈ വാർത്തകൾക്ക് എന്തുകൊണ്ട് എയർ ഇന്ത്യ ചെവി കൊടുത്തില്ല എന്നതിനെക്കുറിച്ച് അവർ കൃത്യമായിട്ട് ഇപ്പോൾ ഉത്തരം പറയണം. പക്ഷേ ഈ വാർത്ത വന്നതിന് ശേഷം എയർ ഇന്ത്യ അധികൃതരുമായിട്ട് ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ അവർ അങ്ങനെ ഒരു വാർത്തയെക്കുറിച്ചോ അങ്ങനെ ഒരു സുരക്ഷാ വീഴ്ചയെക്കുറിച്ചോ ഒന്നും സംസാരിക്കാൻ തയ്യാറാകാത്ത ഒരു നിലപാടാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. കാരണം അവർക്ക് അതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ല എന്നതൊരു വസ്തുതയാണ്. അവരുടെ ഒരു ബോയിങ് വിമാനം ഇപ്പോൾ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ടത് തകർന്നു എന്ന് ബോയിങ് അധികൃതർ പോലും വന്ന് അത് പരിശോധന നടത്തിയിട്ടും അതിനൊരു ഉത്തരം കിട്ടാൻ സാധ്യതയില്ല. കാരണം ഇത്രയും ദിവസമായി ഇനി എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാത്തൊരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. ഇനി ഇതിനെന്ത് ഉത്തരം കൊടുക്കും, ഇതിന് ആര് ഉത്തരവാദിത്തം ഏറ്റെടുക്കും എന്നതിനെക്കുറിച്ച് അറിയാം. സ്വാഭാവികമായിട്ടും ഈ റിപ്പോർട്ട് കൂടി പുറത്തു വരുന്ന ഘട്ടത്തിൽ ആ വിമാനത്തിൻ്റെ സുരക്ഷാ വീഴ്ച തന്നെയാണ് അപകടത്തിലേക്ക് എത്തിച്ചത് എന്ന രീതിയിലേക്ക് വരും. അത് ഉറപ്പായിട്ടും ടാറ്റയുടെ തലയിലേക്ക് വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ആ വിമാന നിർമ്മാണ കമ്പനിക്കാർ ബോയിങ് അധികൃതർ ഇവിടെ വന്ന് പരിശോധനയൊക്കെ നടത്തി ഇതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങൾ ഒരു ചെക്ക് റിപ്പോർട്ടുണ്ട്. ആ ചെക്ക് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ളവ പരിശോധിക്കുന്നുണ്ട്. ഇനി ഇതിൽ അന്തിമമായിട്ട് ലഭിക്കാനുള്ളത് ബ്ലാക്ക് ബോക്സിൻ്റെ റിപ്പോർട്ടാണ്. ബ്ലാക്ക് ബോക്സ് നമ്മൾ കഴിഞ്ഞ വാർത്തകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബ്ലാക്ക് ബോക്സ് ഇന്ത്യയിലെ ലാബുകളിൽ പരിശോധിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കേടുപാടുകൾ അതിന് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഇനി അത് അമേരിക്കയിലെ ലാബിൽ പരിശോധിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രോട്ടോക്കോൾ പാലിക്കാൻ വേണ്ടി ഈ നയതന്ത്ര ഉദ്യോഗസ്ഥരോ ഒക്കെ പോയിട്ട് വേണം ആ ബ്ലാക്ക് ബോക്സ് അവിടെ പരിശോധന നടത്താൻ. ആ ബ്ലാക്ക് ബോക്സ് പരിശോധന നടത്തിയതിന് ശേഷം മാത്രമേ അവസാന മിനിറ്റുകളിൽ വിമാനത്തിനകത്ത് എന്ത് സംഭവിച്ചു, വിമാനത്തിൻ്റെ എന്ത് സുരക്ഷാ വീഴ്ച കൊണ്ടാണ് ഇത്ര വലിയ അപകടമുണ്ടായത്, അതോടൊപ്പം കോക്പിറ്റിനകത്ത് പൈലറ്റും സഹപൈലറ്റും സംസാരിച്ചതെന്ത്, അവർ നൽകിയ സിഗ്നലുകൾ എന്ത് എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ധാരണ കിട്ടുള്ളൂ. ആ ധാരണ കിട്ടിയാൽ മാത്രമേ ഈ വിമാന അപകടം എന്ത് എന്നതിനെക്കുറിച്ചൊരു വിമാന അപകടം ഉണ്ടാകാനുള്ള കാരണം എന്ത് എന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല. ഇത്രയും ദിവസം ഏകദേശം 12-ാം തീയതിയാണ് വിമാന അപകടം ഉണ്ടാകുന്നത്. ഇന്ന് 21 ദിവസമായി, 9 ദിവസം ആയിട്ടും ഇതിൽ റിപ്പോർട്ട് നൽകാനോ ആഭ്യന്തര അന്വേഷണം നടത്തിയിട്ട് അതിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താനോ അന്വേഷണ ഉദ്യോഗസ്ഥർക്കോ സർക്കാരിനോ ഒന്നും സാധിക്കാതെ വരുന്നതും അതുകൊണ്ടാണ്. സാധാരണഗതിയിൽ ഏത് അപകടം നടന്നു കഴിഞ്ഞാലും ബ്ലാക്ക് ബോക്സ് ആണ് അതിന് ഉത്തരം നൽകുക. പക്ഷേ ഇന്ത്യയിൽ അഹമ്മദാബാദിൽ നടന്ന അപകടത്തിൽ ബ്ലാക്ക് ബോക്സിനും ഉത്തരം നൽകാൻ സാധിക്കാത്ത വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. എന്തായാലും DGCA നൽകിയ മുന്നറിയിപ്പ് എയർ ഇന്ത്യ അവഗണിച്ചിരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ അവസാനമായിട്ട് നമുക്ക് പറയാനുള്ളത്.